സാധാരണ പപ്പായ കറിയാണ് വെക്കുന്നത്. ഇവിടെ നമ്മൾ കപ്പളങ്ങ എന്ന് പറയും. ഈ മഴയത്ത് ഈ മീനും ചിക്കനും ഒക്കെ മേടിച്ച് ഉള്ള വിഷമെല്ലാം കഴിക്കുന്നേക്കാളും നല്ലത് നമ്മുടെ വിഷം ചേർക്കാത്ത മായം ചേർക്കാത്ത പപ്പായ കറി വെക്കാൻ നമുക്ക്. ഞാൻ ഓർത്ത് ചനച്ചതായിരിക്കുമോ. നമുക്കൊന്നും പോയിട്ടില്ല. നിറച്ചരിയ. ഇനിയിപ്പോൾ ഈ വർഷം അത് പോകുന്ന തോന്നുന്നു. കപ്പളം നിറച്ച് കായം നിൽക്കുക. മഴയത്ത് ഒടിഞ്ഞ് ചാടാതിരുന്നാൽ കിട്ടും. പപ്പായ നല്ല പഴം മുഖത്ത് തേക്കുവേ. നല്ല തിളക്കം കിട്ടും. മുഖത്തിന് സൗന്ദര്യം വളർത്തുന്ന വസ്തുവും കൂടെ. അതാണോ ആൻറ്റിയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? ആൻറ്റിയുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം അങ്ങനത്തെ ഒരു സാധനം ആൻറ്റി അങ്ങനെ ഉപയോഗിക്കാറില്ല. ആൻറ്റിയുടെ രഹസ്യം ഞാൻ എൻ്റെ നാച്ചുറലാണ്. നമ്മുടെ കപ്പളങ്ങ ചെത്തി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ വെച്ചേക്കാം. ഞാൻ ഈ മൺചട്ടിക്കകത്താണ് വെക്കുന്നത്. അപ്പം ഞാനിത് കഴുകി വാരി എടുത്തതാണ്. കഴുകി വാരി എടുത്തത് കപ്പളങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കപ്പളങ്ങ എന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് കപ്പളങ്ങ എന്ന വായു വരത്തുള്ളൂ. പപ്പായ എന്നും പറയും. എന്നാലും ഞാൻ ചെറുപ്പം തൊട്ട് കപ്പളങ്ങ എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഓണാക്കാം. അരപ്പരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ ചേർക്കാണ്ട കേട്ടോ വെക്കുന്നത്. ഇത് എണ്ണയ്ക്കകത്തേക്ക് വിടാം. ഞാൻ എണ്ണ ചേർക്കുന്നില്ല. തേങ്ങ, ഉള്ളി, മുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇത്രയും കൂട്ടി ഞാനൊന്ന് ഒതുക്കിയെടുത്തതാണ്. ഒരുപാട് നന്നായിട്ട് അരയണ്ട. ഇനി ഒരുപാട് വെള്ളമൊന്നും പപ്പായക്ക് വേണ്ട. ഞാൻ ഇച്ചിരി ചെറുപയറും കൂടെ ഇട്ടാണ് വെക്കുന്നത്. അപ്പോൾ ചെറുപയർ ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചെറുപയറിനകത്ത് ഇച്ചിരി കുറച്ച് വെള്ളമുണ്ട്. അത് മതി ഇത് വേകാനേ. ഇത് വെന്തതായതുകൊണ്ട് ഇത് മുകളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഈ ചെറുപയറിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് മതി. പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും തന്നെ ഇല്ലായിരുന്നു പയറിനകത്തെ വെള്ളം. ഇതിൻ്റെ കൂടെ ഒരു ഇത്രയും വെള്ളം കൂടെ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഫ്ലെയിം കുറച്ചിടണം. ലോ ഫ്ലെയിമിലിടണം. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. പൊന്നു ലഡു മേടിച്ചോണ്ട് വന്നല്ലോ. ഉണ്ണിക്ക് പനിക്കാരൻ്റെ വായിക്ക് കയ്പാണ്. അതിന് വേണ്ടി മേടിച്ചതാണ്. നമുക്ക് വരണം ഇടവേള ആനന്ദകരമാക്കാൻ ഒരു ലഡു കഴിക്കും വച്ചേ. താങ്ക് യു. ഞാൻ ഒരെണ്ണം കഴിക്കാം. ഒരുപാട് മധുരം അല്ലേ? ഞാനീ മധുരം എല്ലാം കൂടെ അടിച്ച് കയറ്റി എന്താവോ. നല്ല ലഡു. നമ്മുടെ കറി നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. പപ്പായേ ഒരുപാട് വെന്ത് കുഴയരുത്. വെന്ത് അധികമായി പോയാൽ കൊള്ളില്ലേ. അതുകൊണ്ട് നമ്മൾ വെള്ളം തീരെ കുറച്ചൊഴിക്കുന്നു. ചില ഇതിന് ഞാൻ അത്ര വെള്ളം ഒഴിച്ചത് തന്നെ ഇതിന് ഇച്ചിരി അധികമായി എന്ന് തോന്നുന്നു. പയറിൻ്റെ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ. എന്നാലും വെന്ത് അധികമായി പോയിട്ടില്ല. നമ്മൾ ഒഴിച്ച അത്ര വെള്ളം ഇല്ലേലും കുഴപ്പമില്ല. നന്നായിട്ട് സെറ്റായിട്ടുള്ളൊന്ന് ഒലന്ന് വരണം കേട്ടോ. ഒലന്നിട്ടുണ്ട്. ഞാൻ എണ്ണ ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ എണ്ണ ചേർക്കുന്നില്ലാത്തത് എനിക്കിന്ന് ഇഞ്ചിക്കറി എണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയതുണ്ട്. പിന്നെ പുളിശ്ശേരി ഇരിപ്പുണ്ട്. അതുകൊണ്ട് എല്ലാത്തിലൂടെ എണ്ണ വേണ്ടാത്തതുകൊണ്ടാണ് എണ്ണ ചേർക്കാത്തത്. ഇതിന് ആവശ്യമുള്ളവർക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് എണ്ണ ചേർത്ത് ഉപയോഗിക്കാം. പിന്നെ അതല്ലെങ്കിൽ നമ്മൾ ഇതിട്ടത് എണ്ണയ്ക്കകത്തേക്ക് കടുക് പൊട്ടിച്ച് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എണ്ണ ഇന്ന് ഉപയോഗിക്കുന്നില്ല എന്ന് ഓർത്തിട്ടാണ്. ഞങ്ങളുണ്ടല്ലോ നേരത്തെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ അമ്മച്ചി കപ്പളങ്ങ തോരൻ വെക്കും. ഇത് തോരൻ വെച്ചിട്ട് കറിയൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ട് ആ ചട്ടി ഉണ്ടല്ലോ, ആ ചട്ടിയിൽ ചോറിട്ടിട്ട് വിരകിയും കൊണ്ടണം. എന്താ ടേസ്റ്റ് എന്നറിയാവോ? ഇപ്പോഴല്ലേ ആരും ഈ ചട്ടിയിലൊന്നും അങ്ങനെ ചട്ടിയൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. നേരെ അന്നൊക്കെ ഈ അടിയിലൊരു ശകലം കരിഞ്ഞ് പിടിക്കുവേ. അടുപ്പേ വെച്ചല്ലേ ഉണ്ടാക്കുന്നത്. അന്ന് ഗ്യാസൊന്നുമില്ല. എന്നിട്ട് ആ ചട്ടിയിലേക്ക് ഒരു പിടുത്തം ചോറിട്ടിട്ട് അങ്ങോട്ട് ഇച്ചിരി ഉപ്പ് ഒഴിച്ച് വിരകി അങ്ങ് ഉണ്ടാണ്ടല്ലോ. എന്താ രുചി എന്നറിയാവോ? നമ്മുടെ പപ്പായ തോരൻ റെഡി. കൂട്ടി നോക്കിയ പിള്ളേരെ ചോറും കൂട്ടി കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടോന്ന്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. തേങ്ങ ചേർക്കണം നന്നായിട്ട്. എല്ലാവരും കൂട്ടണേ. കറി വെച്ച്